ഒന്ന് തുടരാമോ? അവിടെ നിന്ന് ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലായിക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശ്രീ ലായിക്ക്, എങ്ങനെയാണ് അപകടം ഉണ്ടായെന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നേ ഉണ്ടാകൂ. താങ്കൾ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? ഈ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയായ ഒരു എബ്രഹാം അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ക്യാമ്പാണ്. ഓക്കെ, കൂടുതലും മലയാളികളും ഇന്ത്യക്കാരുമാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കംപ്ലീറ്റ് അടുത്ത ബിൽഡിങ്ങിലുള്ള ആളുകളെല്ലാം ഇവർ മാറ്റിയിരിക്കുന്നു. മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ മിനിസ്റ്റർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ തന്നെ വന്ന് അതെ നേരത്തെ വന്നിട്ട് സെക്യൂരിറ്റിക്കാർക്ക് കംപ്ലീറ്റ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. മറ്റാശങ്കകളൊന്നുമില്ല. തീ പടരുന്നത് ഇവര് മാക്സിമം ഒഴിവാക്കുന്നുണ്ട്. സെക്യൂരിറ്റി അതിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആളുകളെയൊക്കെ എങ്ങോട്ടാ മാറ്റിയത്? ഈ അപകടം പറ്റിയവർ ആശുപത്രിയിലാണ്. മറ്റാളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ടോ അവിടുന്ന്? മറ്റാളുകളെ ഇവർ സേഫ് ആയിട്ട് ഗവൺമെന്റിന്റെ രീതിയിൽ തന്നെ അവർക്കുള്ള അക്കോമഡേഷന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ മരിച്ചു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നാട്ടിലുള്ള ആളുകളാണോ? നിങ്ങൾക്ക് അറിയാമോ? ആരെങ്കിലും സംസാരിക്കുന്ന കേട്ടോ? അങ്ങനെ എന്താ ചോദിച്ചത്? ക്ലിയർ അല്ല. മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണോ ലഭിക്കുന്നത്? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. കൃത്യമായ വിവരങ്ങൾ വന്നാലേ ഉള്ളൂ പറയാം. ഒരു ആളുകളെ ഭയത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റില്ല ഇപ്പോൾ. കൃത്യമായ വിവരങ്ങൾ വന്നതിന് ശേഷമുള്ള ആർക്കാണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ആദ്യം തന്നെ ഇവരെന്തായിരിക്കുന്നു മീൻസ് ഇവർ സെക്യൂരിറ്റി കംപ്ലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അവർ ഫുള്ള് അവരെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. ആരൊക്കെ മരിച്ചത് എന്നുള്ള വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. മനസ്സിലായി. ഈ അപകടം പറ്റിയ ആളുകളുടെയൊക്കെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞോ? ആശുപത്രിയിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഹോസ്പിറ്റലിലേക്കുള്ള പല ഹോസ്പിറ്റലുകളിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും അതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണോ? അതെ 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 ഇവരെ സെയിം കമ്പനിയുടെ അക്കോമഡേഷൻ ആണ്. സെയിം കമ്പനിയുടെ അക്കോമഡേഷൻ ആണ്. താങ്കൾ എവിടെയാണ് നാട്ടില്? ഞാൻ കോഴിക്കോട് കൊയിലാണ്ടി. ഇവിടെ കുറെ കാലമായോ വർക്ക് ചെയ്യുന്നു? ഒത്തിരി കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണോ അവിടെയുള്ളത്? 22 വർഷമായി കുവൈത്തിൽ വർക്ക് ചെയ്യുന്നു. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ അപകടം ഉണ്ടായിട്ടില്ല? ഇല്ല. ഇങ്ങനെ ഒരു ഇന്ത്യൻ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒരു അപകടം നമ്മൾ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടം. ചൂടുകാലം ആയതുകൊണ്ട് തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കൃത്യമായി പാലിക്കുന്ന കമ്പനിയാണോ? അതെ 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 ഇവര് ഇവിടെ കുവൈത്തിൽ ഒരുപാട് കാലങ്ങളായിട്ടുള്ള കമ്പനിയാണ്. എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടുവന്ന സ്റ്റാഫുകളോടെല്ലാം വളരെ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളും നല്ല അഭിപ്രായങ്ങളാണ് ഈ കമ്പനിയെ കുറിച്ചുള്ളത്. ആരും ഒരു മോശം അഭിപ്രായം ഇതുവരെ ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ സാമൂഹ്യ പ്രവർത്തകർ പല കേസുകളിലും ഇടപെടുന്ന ആളുകളാണ്. പക്ഷെ ഈ കമ്പനിയിൽ നിന്ന് വരെ നമുക്കൊരു കേസുകൾ ആ രീതിയിൽ ആ അർത്ഥത്തിൽ കമ്പനി മോശമായി പെരുമാറി എന്നുള്ള രീതി, അല്ലെങ്കിൽ ആ മോശമായ അക്കോമഡേഷൻ ആണ് അവർ നൽകുന്നത് എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ സ്റ്റാഫുകളോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ഒരു കമ്പനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീ ലായിക്ക് ഞങ്ങളോട് സംസാരിച്ചതിന്, കാര്യങ്ങൾ പങ്കുവച്ചതിന്. MC നാസർ.